ഈശോയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി ആവസിച്ചു. ഇത് ഒരു പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ്. പരിശുദ്ധാത്മാവ് ഇറങ്ങി ആവസിച്ചു എന്ന് പറയുന്നത് മിശിഹായെ സംബന്ധിക്കുന്ന ഒരു പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ്. അത് യെശയ്യാ പ്രവചനത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളാണ്. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ജീവിതത്തിൽ എന്തെങ്കിലും കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകൾ വായിക്കാനും പ്രാർത്ഥിക്കാനും കൊള്ളാവുന്ന വചനമാണിത്. ഈ യെശയ്യാ 11:2. ഏതെങ്കിലും കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ടെങ്കിൽ, തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ കൊള്ളാവുന്ന ഒരു വചനമാണ് യെശയ്യാ 11:2. അതുപോലെ തന്നെ അതിനോട് ചേർത്ത് പ്രാർത്ഥിക്കാവുന്ന മറ്റൊരു വചനമാണ് സങ്കീർത്തനം 32:8. ഈ 2 വചനങ്ങൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. യെശയ്യാ 11:2 സങ്കീർത്തനം 32:8 ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സന്ദർഭങ്ങളിൽ കർത്താവിൻ്റെ ഉപദേശം ചോദിക്കാൻ കൊള്ളാവുന്ന വചനമാണ്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അപ്പോൾ വായിക്കാം യെശയ്യാ 11:1 മുതൽ. ഐസയ്യാ 11:1-2. ജസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്ത് വരും, അവൻ്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളിർക്കും. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. ഒരിക്കൽ കൂടെ വായിക്കാം. ജസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്ത് വരും, അവൻ്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളിർക്കും. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാഭിഷേകത്തിന് വളരെ ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്, ഈ വചനം ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കുമെന്ന് ആര് പ്രവചിച്ചു? യെശയ്യാ പ്രവചിച്ചതിൻ്റെ പൂർത്തീകരണമാണ്. ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ വസിക്കുന്നത് താൻ കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകുന്നവനെന്നുള്ള ആ യോഹന്നാൻ്റെ സാക്ഷ്യത്തിൻ്റെ പിന്നിൽ കിടക്കുന്ന പഴയ നിയമഭാഗം. അതാണ് ഒരു കാര്യം. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവനെക്കുറിച്ച് പറയുന്നത്, അവൻ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു, ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. ജലസ്നാനം, ആത്മസ്നാനം. ഈ വാക്കെന്ന് പറഞ്ഞേ, ജലസ്നാനം. ഈ ജലസ്നാനത്തിൽ ആത്മാവില്ലേ? ഇല്ലേ? ജലസ്നാനത്തിൽ ആത്മാവില്ലേ? ഉണ്ട്, ഉണ്ട്. ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കും. നമ്മൾ അതിലേക്ക് വരാം. അപ്പോൾ ഈ നമ്മൾ മാമോദീസ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവില്ലേ? അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. ജലത്താലും ആത്മാവിനാലുമുള്ള വീണ്ടും ജനനമാണ് മാമോദീസ. എന്നാൽ മാമോദീസായിൽ നമ്മൾ ഏറ്റുവാങ്ങിയ പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ പേരാണ് ആത്മസ്നാനം. മാമോദീസായിൽ നമ്മുടെ ഉള്ളിലേക്ക് വന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ പേരാണ് ആത്മസ്നാനം. ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അദ്ദേഹം പറഞ്ഞ വാചകം വായിക്കാം. എന്ന് പറഞ്ഞാൽ, ഈ ചില ആളുകൾക്ക് ഈ കാലഘട്ടത്തിൽ സംശയമുണ്ട്. എന്താണ്? പരിശുദ്ധാത്മാവിനാൽ നിറയുക, പെന്തക്കോസ്തായിക്ക് ഒരുങ്ങുക എന്നൊക്കെ പറയുന്നതിനെ കളിയാക്കുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ സഭയിലുണ്ട്. അത് മനസ്സിലാക്കിയിട്ടില്ലാഞ്ഞിട്ടാണ്. എന്തെന്നറിയാമോ? ഈ ഒരു പെന്തക്കോസ്താ തിരുനാളിൻ്റെ തലേന്ന് സഭയെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു, എനിക്ക് സഭയോട് പറയാനുള്ളത്, നൗ ഇറ്റ് ഈസ് ഹൈ ടൈം ദാറ്റ് വി ഗോ ബാക്ക് ടു ദാറ്റ് അപ്പർ റൂം. നമുക്ക് ആ പഴയ മാളിക മുറിയിലേക്ക് മടങ്ങിപ്പോവാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നമുക്കൊരു 2-ാം പെന്തക്കോസ്തായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതാരാഹ്വാനം ചെയ്യുന്നത്? മാർപ്പാപ്പ. അപ്പോൾ ഇത് ചിലർക്ക് ഇപ്പോഴും ഇത് മനസ്സിലായിട്ടില്ല. ചില ആളുകൾ ഇപ്പോഴും ഇതിനെ പരിഹസിക്കുന്നുണ്ട്. അതായത് ഇത് ഏതോ പെന്തക്കോസ്താക്കാരുടെ ആശയമാണ് എന്ന മട്ടിൽ പറയുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ സഭയിലുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ഈ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും പലതും മറച്ചു വെക്കപ്പെടും എന്ന് പറയുന്നത് സത്യമാണ്. ബുദ്ധിയുണ്ടെന്ന് വിചാരിക്കുന്ന പലർക്കും കാര്യങ്ങൾ പിടികിട്ടിയിട്ടില്ല. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലാവുന്നില്ലേ? എന്നെ സങ്കടപ്പെടുത്തുന്ന ഏറ്റവും നല്ല കാര്യം ഞാൻ പറയട്ടെ. എന്താണ് എൻ്റെ ഏറ്റവും സിമ്പിളായ ചോദ്യം? ഉത്തരം എന്താ? ഇതിനൊക്കെ വിമർശിക്കുന്ന ആളുകൾ ഉത്തരം എന്താ? എനിക്ക് ഉത്തരം തരണം ഇതിന് നിങ്ങൾ. അതായത്
ഒരു പെന്തക്കോസ്തക്കാരന് സ്ട്രീറ്റിൽ ഇറങ്ങി നിന്ന് യേശുവിനെ പ്രഘോഷിക്കാനുള്ള ധൈര്യം ഈ ബുദ്ധിജീവികൾക്കില്ലാത്ത എന്താ? എനിക്ക് ഉത്തരം എന്താ നിങ്ങൾ? അതെന്തെന്നറിയോ? അത് സിമ്പിളാണ്. അതായത് ഈ ആത്മസ്നാനം അനുഭവിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ്, അത് ധൈര്യമില്ലാത്തത്. പറഞ്ഞേ ഹല്ലേലൂയാ. യേശു രക്ഷകനാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ഒരുവനും സാധിക്കില്ല. അപ്പൊ ഈ പെന്തക്കോസ്തക്കാരെ കുറ്റം പറയുന്ന കൂട്ടത്തിൽ ഈ നല്ല കാര്യം കൂടെ പറയണ്ടേ? അവർ പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഒരു ജനതയാണ്. അതുകൊണ്ട് അവർക്ക് യേശുവിനെ സാക്ഷ്യപ്പെടുത്താൻ നല്ല ധൈര്യമുണ്ട്. നമുക്കില്ലാതെ പോയ ആ ധൈര്യം മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും പെന്തക്കോസ്ത അനുഭവത്തെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ നമ്മുടെ സഭയിലുണ്ട്. മനസ്സിലാകാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ ഡാനിയലച്ചൻ പറയുമ്പോൾ കുറ്റം പറയുന്നവർ ബെനഡിക്റ്റ് മാർപ്പാപ്പ പറയുമ്പോൾ എന്ത് പറയുമെന്ന് എനിക്കൊന്ന് അറിയണം. ഓക്കെ, ബെനഡിക്റ്റ് മാർപ്പാപ്പ പറയുകയാണ്, ഞാൻ വായിക്കാം. അദ്ദേഹം പറയുന്നത് ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റിനെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്. ദ ഹോളി സ്പിരിറ്റ് കോൺസെക്രേറ്റ്സ് ദ പേഴ്സൺ and at the same time makes him or her a living member of the mystical body of Christ, sharing in the mission of witnessing to his love. And this takes place through the sacraments of Christian initiation. അതായത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ പുതിയൊരു സൃഷ്ടിയാക്കി മാറ്റുന്നത് നമ്മുടെ ആ പ്രാരംഭ കൂദാശകളിലൂടെയാണ്. അതേതൊക്കെയാണ്? മാമോദീസ, സ്ഥൈര്യലേപനം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ടുഡേ ഐ വുഡ് ലൈക്ക് ടു എക്സ്റ്റെൻഡ് ദി ഇൻവിറ്റേഷൻ ടു ഓൾ. Let us rediscover, dear brothers and sisters, the beauty of being baptized in the Holy Spirit. പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെട്ടതിൻ്റെ ബ്യൂട്ടിയെ നമുക്ക് റീഡിസ്കവർ ചെയ്യാൻ ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്. Let us recover the awareness of our baptism and confirmation, ever timely sources of grace. അതായത് മാമോദീസായിൽ സ്ഥൈര്യലേപനത്തിന് നമ്മൾ സ്വീകരിച്ച പരിശുദ്ധാത്മാവിനെ നമുക്ക് ഒരിക്കൽ കൂടി അനുഭവിക്കാം. അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ കൂടി നമുക്ക് അനുഭവിക്കാം. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആത്മസ്നാനം. ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മ സ്നാനം. ഇതാണ് മാളികമുറിയിൽ സംഭവിച്ചത്. ശിഷ്യന്മാരെല്ലാവരും ഓൾറെഡി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായിരുന്നു. ആണോ? യെസ് ഓർ നോ? പെന്തക്കോസ്തായ്ക്ക് മുമ്പ് ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ? എപ്പോ? എപ്പോ? യേശു ശിഷ്യന്മാരെ വിളിച്ച് ഉത്ഥാനത്തിൻ്റെ അന്ന് സന്ധ്യയ്ക്ക് ശിഷ്യന്മാരെ പേടിച്ച് കതകടച്ചിരിക്കുമ്പോൾ അവരെ വിളിച്ചിട്ട് യേശു അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് ഭാഷയിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടെൻസ് നാളെ സ്വീകരിക്കുമെന്നല്ല, ഇപ്പോൾ സ്വീകരിക്കുമെന്നാണ്. അത് പറയുമ്പോൾ സംഭവിക്കാൻ ഉപയോഗിക്കുന്ന ഗ്രാമറാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ പരിശുദ്ധാത്മാവിനെ അപ്പോൾ അവർ സ്വീകരിച്ചു. പക്ഷെ അപ്പോഴും അവർക്ക് യേശുവിനെ ഏറ്റുപറയാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. ഈ സെക്കൻഡ് അനോയിൻറ്റിങ് വരുന്നത് വരെ ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അതായത് ഈ രണ്ടാമത്തെ ആ ശക്തീകരണം നടക്കുന്നത് വരെ അവർക്ക് യേശുവിനെ സാക്ഷ്യപ്പെടുത്താനുള്ള ധൈര്യമില്ല. പരിശുദ്ധാത്മാവ് അപ്പോഴും ഉണ്ടോ? ഉണ്ട്. വേറൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. യോഹന്നാൻ 14 പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ, യോഹന്നാൻ 14:15, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ, കേട്ടാൽ മതി, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങളുടെ പക്കലേക്ക് അയക്കുകയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് കഴിയില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, അവൻ നിങ്ങളോടൊത്ത് വസിക്കുകയും ചെയ്യുന്നു. എന്ത് പറഞ്ഞപ്പോഴാണ് പറയുന്നത്? ഞാൻ അയക്കും എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഇപ്പോൾ അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു. നിങ്ങൾക്ക് അതിൻ്റെ പ്രശ്നം പിടികിട്ടിയോ? അതായത് ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ മറ്റൊരു സഹായകനെ ഞാൻ നിങ്ങളുടെ പക്കലേക്ക് അയക്കും. ഏത് ടെൻസാണ്? ഫ്യൂച്ചർ ടെൻസാണ്. അയക്കും. പോയി കഴിയുമ്പോൾ അയക്കുമെന്നാണ് പറയുന്നത്. അയക്കുമെന്ന് പറഞ്ഞ ആളെക്കുറിച്ച് പറയണം, അവനെ നിങ്ങൾക്ക് അറിയാം. കാരണം എന്താ? അവൻ നിങ്ങളോടടുത്ത് വസിക്കുന്നു. അതെന്ത് മനസ്സിലാവുന്നില്ല? അതായത് യേശുവായിട്ട് തന്നെയാണ്, പക്ഷെ ഹോളി സ്പിരിറ്റ് അപ്പോഴും ഉണ്ട്. പരിശുദ്ധാത്മാവ് അപ്പോഴും അവരുടെ കൂടെയുണ്ട്. എങ്ങനെ അവരുടെ കൂടെ ഉള്ളത്? ഈ ശിഷ്യന്മാരെ എല്ലാം, നിങ്ങളത് ബൈബിളിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ഇൻഡയറക്റ്റായ സൂചനയുണ്ട്. ശിഷ്യന്മാരെയൊക്കെ ആരാ മാമോദിസ കൊടുത്തേ? ഈശോ അല്ല, അവനാരാ? യോഹന്നാനിൽ സൂചനയുണ്ട് അതിന്. ശിഷ്യന്മാരെയൊക്കെ ഈശോയാണ്. അപ്പോൾ അവർക്ക് ഈശോ മാമോദീസ കൊടുത്ത സമയത്ത് കൊടുത്തിട്ടുണ്ടാവും, തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ടാവും. കർത്താവ് ശംശിക മാമോദീസ കൊടുത്തിട്ടുണ്ടാവും. ഇനി മാമോദീസ ജലത്താലല്ല മാമോദീസ അവർ സ്വീകരിച്ചില്ല, ഒരു വാദത്തിന് വേണ്ടി സ്വീകരിച്ചില്ലെങ്കിൽ പോലും
അവർ യേശുവിനെ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്തെങ്കിൽ അതാര് മുഖേനയാണ്? പരിശുദ്ധാത്മാവ് മുഖേനയാണ്. അല്ലാതെ യേശുവിനെ ഏറ്റുപറയാൻ പറ്റില്ല. അപ്പോൾ ഓൾറെഡി അവരിൽ എന്തുണ്ട്? ആരുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. അവരോടാണ് പറയുന്നത്, നിങ്ങൾ പക്ഷെ കാത്തിരിക്കണം. മനസ്സിലാവുന്നില്ലേ? 2 തരം എക്സ്പീരിയൻസ് ഉണ്ട്. മനസ്സിലാവുന്നില്ല ആളുകൾക്കിത്. പിന്നെയും കുറ്റം പറയുക. എന്താണെന്നറിയോ? 2 തരം എക്സ്പീരിയൻസ് ഉണ്ട്. ഇതിനകത്ത് എന്താ? വെള്ളം, വെറും വെള്ളം, പച്ചവെള്ളം, ചൂടുവെള്ളം. ഇതിനകത്ത് ഈ വെള്ളം ഞാൻ എന്ത് ചെയ്യുന്നു? കുടിക്കുന്നു. ഇതിൻ്റെ പേരാണ് മാമോദീസ സ്ഥൈര്യലേപനം. കുടിച്ചു. എന്നാൽ ഈ വെള്ളം ശക്തമായിട്ട് ഒഴുകുമ്പോൾ ഞാൻ അതിൻ്റെ കീഴിൽ പോയി നിന്ന് കുളിക്കുന്നു. വേറെ എക്സ്പീരിയൻസാ. ഒരേ ജലം 2 അനുഭവം. മനസ്സിലായോ? കുടിച്ചാൽ മാത്രം പോരാ, കുളിക്കാൻ ഞാൻ ഈ സഭയെ ആഹ്വാനം ചെയ്യുകയാണ്. കുളിച്ചാൽ മാത്രം പോരാ, കുടിച്ചാൽ മാത്രം പോരാ, കുളിക്കണം. മനസ്സിലായോ? അതായത് ഞാൻ ഈ വെള്ളം കുടിച്ചു. മനസ്സിലായി? നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഞാൻ കുടിച്ചു. എന്നിട്ട് ഞാൻ നയാഗ്ര വെള്ളച്ചാട്ടത്തിന് അടിയിൽ പോയി നിന്ന് കുളിച്ചു. 2 എക്സ്പീരിയൻസാ. ഒരേ ജലം 2 അനുഭവം. പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പരിശുദ്ധാത്മാ അഭിഷേകത്തെ നിസ്സാരമായിട്ട് കാണരുത്. പരിശുദ്ധാത്മാവില്ലാതെ ഒരഗ്നി ഉണ്ടാവില്ല ആർക്കും. മനസ്സിലായോ? നമ്മൾ യാന്ത്രികമായിട്ട് റോബോട്ടുകളായിട്ട് ജീവിക്കാൻ പറ്റും ആത്മാവില്ലെങ്കിൽ. അറിവുണ്ടാവും, പാണ്ഡിത്യം ഉണ്ടാവും, ഡിഗ്രി ഉണ്ടാവും, ബിരുദങ്ങളുണ്ടാവും, പേരിൻ്റെ അറ്റത്ത് എഴുതി വെക്കാൻ ഒത്തിരി സാധനങ്ങളുണ്ടാവും, മുമ്പിലും പിമ്പിലും ഒക്കെ എഴുതാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും, പദവികളുണ്ടാവും, സ്ഥാനം ഉണ്ടാവും. പക്ഷെ ഫയർ ഉണ്ടാവില്ല. തീ ഉണ്ടാകണമെങ്കിൽ തീ വരണം, തീ പിടിക്കണം, അല്ലാതെ തീ ഉണ്ടാവില്ല. മനസ്സിലായോ? രാപകലില്ലാതെ യേശു 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 എന്ന് മാത്രം പറഞ്ഞ് ജീവിക്കാൻ ഒരാൾക്ക് പറ്റണമെങ്കിൽ അത് ഈ അഗ്നി ആളിക്കത്താതെ പറ്റില്ല. മനസ്സിലായോ? ഒരു വണ്ടി വലിച്ചുകൊണ്ടും പോവാം, ഒരു വണ്ടിയുടെ എൻജിൻ ഓണായിട്ട് അതിന് തന്നെ ഓടിച്ചും പോവാം, ഓടിച്ചുകൊണ്ടും പോവാം, വലിച്ചുകൊണ്ടും പോവാം, ഓടിച്ചുകൊണ്ടും പോവാം. വലിച്ചുകൊണ്ട് പോകുന്ന വണ്ടികളാവരുത് ക്രൈസ്തവ ജീവിതം. ബാഹ്യ സമർത്ഥം, വെളിയിൽ നിന്ന് ആരോ നിർബന്ധിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഇത് അതല്ല. അകത്തൊരു എൻജിൻ കത്തണം, ഒരു ഫ്യൂവല് കത്തുന്നതുകൊണ്ട് ഇതിനകത്തിരുന്ന് തന്നെ ഓടേണ്ട ഒരു വണ്ടിയാണ് ഇത്. പറഞ്ഞേ ഹല്ലേലൂയാ. കെട്ടി വലിക്കുന്ന വണ്ടികളാവരുത് ഇത്. ആരുടെ നിർബന്ധം, ആരുടെ പ്രേരണ, അവർ അങ്ങനെ അതല്ല. മനസ്സിലായില്ലേ? പ്രാർത്ഥിക്കാനും ദൈവത്തെ ആരാധിക്കുക, ഇതെല്ലാം ഈ ഫയർ അകത്ത് കത്തണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈശോ ഈ പരിശുദ്ധാത്മ സ്നാനത്തെ നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. ആരും കാണാൻ പാടില്ല, നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നമ്മൾ തിരുസഭയുടെ ശക്തി പരിശുദ്ധാത്മാവാണ്. ആണോ? അപ്പം അതുകൊണ്ട് ആത്മാവിറങ്ങി വന്ന് ഒരു രോഷം വന്നപ്പോൾ പറഞ്ഞ അത്രയും. മനസ്സിലായില്ലേ? അതായത് ഇത് നമുക്ക് എന്താ പ്രശ്നം എന്നറിയാമോ? ഇത് ആത്മാവിൻ്റെ പ്രവൃത്തിയെ തല്ലിക്കെടുത്തുന്ന വർത്താനങ്ങൾ പറയരുത്. അതായത് ആകെ കൂടി ഇനി അവശേഷിക്കുന്ന എന്താ? കുറേ വിശ്വാസവും കുറച്ച് ആത്മീയതയും കുറച്ച് പ്രാർത്ഥനയും ശേഷിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം പോയി. ഇനി അതും കൂടെ തല്ലിക്കെടുത്തരുത്. മനസ്സിലാവുന്നില്ലേ? അതുകൊണ്ട് ഇനി നശിപ്പിച്ച് കളയരുത്. അതിന് അങ്ങനത്തെ ഈ ആത്മാവിനെ കത്തിക്കുന്ന വർത്താനേ പറയാവൂ, കെടുത്തുന്ന വർത്താനം പറയരുത്. മനസ്സിലായില്ലേ? വരദാനങ്ങളെ പുച്ഛിക്കുക, കൃപാവരങ്ങളെ പുച്ഛിക്കുക, ആത്മീയ ശുശ്രൂഷകളെ നിന്ദിക്കുക, അത് ചെയ്യരുത്. ഇനി മക്കൾക്ക് അനന്തരാവകാശികൾക്കും വേണ്ടി കാത്തുവെക്കാൻ ഇതൊക്കെ ഉള്ളൂ. ബാക്കിയെല്ലാം നശിപ്പിച്ചില്ലേ നമ്മൾ? ബാക്കി എല്ലാത്തിനെയും നശിപ്പിച്ചു, ബാക്കി എല്ലാത്തിനും കയറി കൈവച്ചല്ലേ? എല്ലാത്തിലും കൈവെക്കാനുള്ള ഭയവും മാറി. വെലിവെടുത്ത് കൈവച്ചു, അൾത്താരെ കൈവച്ചു, കുർബാനയെ കൈവച്ചു, പൗരോഹിത്യത്തെ കൈവച്ചു. ഇനിയിപ്പോൾ ഇതൊക്കെ കൂടി ഉള്ളൂ. ഇനി നാളെ ഈ ബൈബിളും കത്തിച്ച് തെരുവിലിട്ട് കത്തിച്ചിട്ട് മറ്റന്നാൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പുച്ഛിച്ചും കൂടെ യേശുവിലൂടെ രക്ഷയും പരിശുദ്ധാത്മാവിനും പുച്ഛിച്ചുകൊണ്ടും കഴിഞ്ഞാൽ തീർന്നു എല്ലാം. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഐക്കണോ ക്ലാസം എന്ന് പറയും, വിഗ്രഹ ഭഞ്ജനം. ഈ കാലത്തിൻ്റെ ഒരു പ്രത്യേകത ഇത്. ഐക്കണോ ക്ലാസം, ഉദാത്തമെന്നും ഉത്കൃഷ്ടമെന്നും കരുതുന്നതിനെല്ലാം വലിച്ച് താഴെയിട്ട് ചവിട്ടുന്ന പ്രവണതയുടെ പേരാണ് വിഗ്രഹ ഭഞ്ജനം. അത് നടന്നുകൊണ്ടിരിക്കുന്ന കാലമായത്.
അതുകൊണ്ട് പറയാൻ വന്നത് അത് രോഷം വന്നുകൊണ്ട് പറഞ്ഞു. രോഷം ഇതൊക്കെ വചന പഠനത്തിൻ്റെ ഭാഗമല്ല, എങ്കിലും ഞാൻ പറയാൻ കാരണം ഇതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനത്തെ സഭയിൽ അതിനെ തല്ലിക്കെടുത്തരുത്. മനസ്സിലായി? ഓസ്ബറി എൻ്റെ പേര് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഓസ്ബറി എന്ന് പറയുന്ന സ്ഥലത്ത് അമേരിക്കയിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഫെബ്രുവരി 18 മറ്റോ ആ കോളേജിൽ, ഒരു കോളേജാണ്, യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റിയിൽ കുറച്ച് സ്റ്റുഡൻസ് ചേർന്ന് പ്രാർത്ഥിച്ച് തുടങ്ങിയ ആ പ്രാർത്ഥന ആഴ്ചകളോളം നീണ്ടു നിന്നിട്ട് 10,000-കണക്കിന് ആളുകൾ അമേരിക്കയുടെ നാനാഭാഗത്തു നിന്നും ഈ ഓസ്ബറിയിലെ കോളേജിലേക്ക് ഇരച്ചു കയറുകയാണ്. എന്താണെന്നറിയാമോ? ഹോളി സ്പിരിറ്റ് ഇറങ്ങി നിൽക്കുക. പിള്ളേർ ഓഡിറ്റോറിയം വിട്ട് പോകുന്നില്ല. 10, 40, 50 പേരായിട്ട് തുടങ്ങിയ പ്രാർത്ഥനയാണ്. ഓഡിറ്റോറിയം ഫില്ല് ചെയ്തു. അവിടുത്തെ ഗ്രൗണ്ട് നിങ്ങൾ യൂട്യൂബിലുണ്ട്, നോക്കിക്കോ. അവിടെ എല്ലാം ഫില്ല് ചെയ്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, പിള്ളേർ പോകുന്നില്ല. മറ്റേ പിള്ളേർ അകത്തോട്ട് കയറാൻ നമ്മൾ ഇടിച്ചും പഴിപ്പിച്ചും അകത്ത് കയറ്റുക. ഇത് അകത്ത് കയറിയവൻ ഇറങ്ങി പോകണില്ല. പോകാൻ പറഞ്ഞു, വീട്ടിൽ പോകാൻ പറഞ്ഞിട്ട് പോകണില്ല. പരിശുദ്ധാത്മാവിനെ കൂടെ ഇനി ചവിട്ടിത്തേക്ക്, ബാക്കിയെല്ലാം തീർന്നു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഈ ആത്മസ്നാനം, ആത്മാവ് ഇറങ്ങി വന്ന ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നു, അവനാണ് പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുത്തുന്നത്. അതായത് ഈ നമ്മൾ ഈ പിന്നെ ഒരാളെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ, ഇപ്പം ഞാനിവിടെ ഇപ്പോൾ മാത്യുവച്ചനെ ഞാൻ പരിചയപ്പെടുത്തുമെന്ന് വെച്ചോ. മാത്യുവച്ചനെ പരിചയപ്പെടുത്തുമ്പോൾ മാത്യുവച്ചനെ നിങ്ങൾക്ക് അധികം പേർക്ക് അറിയില്ലായിരിക്കും. അപ്പോൾ മാത്യുവച്ചനെ ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ ഞാനിവിടെ അച്ഛനെ വിളിച്ചിട്ട് ഇവിടോട്ട് സ്റ്റേജിലോട്ട് നിർത്തിയിട്ട് ഞാൻ പറയുകയാണ്, ഇത് മാത്യുവച്ചൻ ഇന്നലെ രാത്രിയിൽ കഞ്ഞിയും പയറുമാണ് കഴിച്ചത്. പരിചയപ്പെടുത്തുക. മാത്യുവച്ചൻ ഇന്നലെ കട്ടിലിൽ അങ്ങോട്ട് ചരിഞ്ഞു കിടന്നാണ് ഉറങ്ങിയത്. മാത്യുവച്ചൻ രാവിലെ 5 മണിക്കാണ് എഴുന്നേറ്റത്. ഇതുവെല്ലാം പറയുമോ? ഒരാളെ പരിചയപ്പെടുത്തുന്ന സമയത്ത് പരിചയമില്ലാത്തൊരു ജനതയ്ക്ക് ഒരാളെ പരിചയപ്പെടുത്തുമ്പോൾ പരിചയപ്പെടുത്തുന്ന ആൾ പറയുന്നത് അയാളുമായി ബന്ധപ്പെട്ട ഏറ്റവും എസൻഷ്യലായ കാര്യങ്ങളാണ്. ശരിയോ തെറ്റോ? അല്ലേ? ഏറ്റവും അപ്പോൾ പറയും. ഇപ്പം ഞാൻ എന്നെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ പറയുന്നത് എന്താണ്? ഞാൻ മലങ്കര കത്തോലിക്ക സഭയിലെ തിരുവനന്തപുരം അതിരൂപതയിലെ ഒരച്ഛനാണ്. മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്. ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. അതായത് എൻ്റെ ഞാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല ഞാൻ പറയൂ. അപ്പോൾ പരിചയപ്പെടുത്തുന്ന സമയത്ത് യോഹന്നാൻ യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ 4 സുവിശേഷങ്ങളിലും യോഹന്നാൻ പരിചയപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ട് ഒരു വചനം ആവർത്തിക്കുന്നുണ്ട്. യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ പറയുകയാണ്, ഇതാ ഞാൻ ഒരാളെ പരിചയപ്പെടുത്താൻ പോവാണ്. എന്നെക്കാൾ വലിയവൻ, അവൻ്റെ ചെരുപ്പിൻ്റെ കെട്ടഴിക്കാൻ ഞാൻ യോഗ്യനല്ല, എന്നെക്കാൾ വലിയവനാണവൻ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. മത്തായിയിലുണ്ട്. മത്തായി 3:3 വായിച്ചോ, നല്ലതാ. മത്തായി 3-ാം അധ്യായത്തിൽ അതിൻ്റെ മത്തായി 3-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യം. മത്തായി 3:11 പെട്ടെന്ന് വായിക്കേ. മാനസാന്തരത്തിനായി ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തൻ, അവൻ്റെ ചെരുപ്പ് വഹിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല, അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും. കണ്ടോ? അപ്പോൾ യേശുവിൻ്റെ എസൻഷ്യൽ മിനിസ്ട്രി ആയിട്ട് യേശു ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയായിട്ട് യോഹന്നാൻ പരിചയപ്പെടുത്തുകയാണ്, അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. മർക്കോസ് 1:8, മാർക്ക് 1:8 വായിക്കാം. ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ടുള്ള സ്നാനം നൽകി, അവനോ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് സ്നാനം നൽകും. ലൂക്ക 3:3-ാം അധ്യായം 16-ാമത്തെ വാക്യം വായിക്കാം. ലൂക്ക 3:16. യോഹന്നാൻ അവനോട് പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ കെട്ട് അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല, അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും. യോഹന്നാൻ 1:33 വായിക്കാം. യോഹന്നാൻ 1:33 വായിച്ചതാണ്. വായിച്ചേ. ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു, ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ, അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം. കണ്ടോ? 4 സുവിശേഷങ്ങളും അറ്റസ്റ്റ് ചെയ്യുന്നൊരു ട്രൂത്താണ്. യേശുവിൻ്റെ ഡ്യൂട്ടി എന്താ മോളെ? യേശുവിൻ്റെ ഡ്യൂട്ടി എന്താ മോളെ? പരിശുദ്ധാത്മാവിനാൽ ഈശോ നമ്മളെ രക്ഷിക്കുന്നു, അവൻ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ അല്ലേ, ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് യോഹന്നാൻ പറഞ്ഞു. അതുകൊണ്ട് തീർന്നോ യേശുവിൻ്റെ ഡ്യൂട്ടി?
ഇല്ല. യേശുവിടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ജോലി എന്ന് പറഞ്ഞാൽ നമ്മളെ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുത്തുക എന്നുള്ളതാണ്. എൻ്റെ ചോദ്യം, ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അപ്പൊ യേശു നമുക്ക് തരാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ദാനം എന്താ? പരിശുദ്ധാത്മാവാണ്. വായിച്ചേ, ലൂക്കാ സുവിശേഷത്തിൽ വ്യക്തമായിട്ട് പറയുകയാണ്. അതായത് ഏറ്റവും നല്ല ദാനം പരിശുദ്ധാത്മാവാണ്. വായിക്കാം, ലൂക്കാ സുവിശേഷത്തിൻ്റെ 11 അധ്യായം 11 മുതൽ ലൂക്ക് 11:11 വായിച്ചേ. നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക, മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക? മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായി നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക്, അതായത് പറയാണ്, നല്ല ദാനങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുമെങ്കിൽ പിതാവായ ദൈവം മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല ദാനം എന്താ? പരിശുദ്ധാത്മാവാണ്. അത് ഈ ലൂക്കാ 24 എടുത്തേ. ലൂക്കാ 24 പറയുന്നുണ്ട്. ലൂക്കാ 24:49 വേഗം വായിക്കാം. ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഇംഗ്ലീഷ് ബൈബിൾ ആരുടെയും കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് വായിക്കാവോ? എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം. ലൂക്കാ 24:49. ദ പ്രോമിസ് ഓഫ് മൈ ഫാദർ. ദ പ്രോമിസ്, എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം. ശരിക്കുള്ള എങ്ങനെയെന്നറിയാം അത്? അതായത് ദ പ്രോമിസ് എന്ന് പറഞ്ഞാൽ എന്താ? ദ ബെസ്റ്റ് പ്രോമിസ് എന്നാണ് ഇവിടെ. ദ ബെസ്റ്റ് പ്രോമിസ്, അതായത് ഈ വാഗ്ദാനങ്ങൾ, 10,000 വാഗ്ദാനങ്ങൾ പറഞ്ഞ ബൈബിള് പറയുകയാണ് പിതാവ് നൽകുന്ന ബെസ്റ്റ് പ്രോമിസ്, പിതാവിൻ്റെ ഏറ്റവും നല്ല വാഗ്ദാനം എന്താ? പരിശുദ്ധാത്മാവാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോ മനസ്സിലാക്കിയിരിക്കേണ്ടത്, അതുകൊണ്ട് ഏറ്റവും നല്ല ദാനം ഈശോ തരാൻ, ഈശോ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുത്തുന്ന ആളാണ്. ഇത് നമ്മുടെ ഹൃദയത്തിൽ എഴുതണം. അപ്പൊ ഈശോയുടെ അടുത്തേക്ക് ഒരാൾ ചെന്നാൽ അയാൾക്ക് പാപമോചനം മാത്രമല്ല കിട്ടുന്നത്. യോഹന്നാൻ ആദ്യം എന്താ പറഞ്ഞേ? ഈ പാരഗ്രാഫിന്റെ ഇത് 3rd ഡേ ഓഫ് റെവലേഷൻ ആണോ? 3-ാം ദിവസമല്ലേ? അപ്പൊ ഈ 3-ാം ദിവസത്തെ ഈ റെവലേഷനിൽ ഒന്നാമതായിട്ട് എന്താ പറഞ്ഞത്? ദൈവത്തിന്റെ കുഞ്ഞാടെന്നാ പറഞ്ഞത്. ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അത് അപ്പോൾ യേശു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാപം, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം പറഞ്ഞ ഓർക്കുന്നില്ലേ, എടുത്തു മാറ്റുക മാത്രമല്ല, എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ ഒരാൾ empty ആയി. അയാളെ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കും. ഇത് രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന ശുശ്രൂഷയാണ്. അതായത് കർത്താവ് ഈശോ മിശിഹാ ഒരാളുടെ പാപം എടുത്തു മാറ്റുക മാത്രമല്ല, അയാളിൽ പാപം നിന്ന സ്ഥാനത്ത് പരിശുദ്ധാത്മാവിനെ നിറയ്ക്കുക കൂടി ചെയ്യും. അപ്പൊ ഇതിനാഗ്രഹിക്കണ്ടേ? കുമ്പസാരിച്ചാൽ മാത്രം മതിയോ? പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ. ഈശോ പറഞ്ഞില്ലേ, ഒരു അശുദ്ധാത്മാവ് ഒരാളെ വിട്ടുപോയാൽ അത് വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കും. എന്നിട്ട് കുറേ ദിവസം കഴിയുമ്പോൾ അത് തിരിച്ചു വന്ന് നോക്കുമ്പോൾ വീട് അടിച്ചു വാരി വൃത്തിയാക്കി ഇട്ടിരിക്കുന്നു. എംറ്റി ഹൗസ്, എംറ്റി. മനസ്സിലായ? അശുദ്ധാത്മാവ് വിട്ടുപോയി, പക്ഷെ വേറൊന്നും നിറഞ്ഞിട്ടില്ല. വീടെല്ലാം വൃത്തിയാക്കി ക്ലീനാക്കി ഇട്ടിരിക്കുകയാണ്, ആരും കയറി താമസിച്ചിട്ടില്ല. അപ്പോൾ ഇത് താമസിക്കാൻ കൊള്ളാമെന്ന് കണ്ടു കഴിയുമ്പോൾ അത് തന്നെക്കാൾ ദുഷ്ടരായ 7 അശുദ്ധാത്മാക്കളെ കൊണ്ടുവന്ന് വീണ്ടും അവൻ്റെ ആദ്യത്തെ സ്ഥിതി അവസാനത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ ശോചനീയം. മനസ്സിലാവുന്നുണ്ടോ? ഇതാ നമുക്ക് പറ്റിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാം വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? 4 ദിവസം കഴിയുമ്പോൾ പോയതല്ല അതിൻ്റെ 10 ഇരട്ടി ശക്തിയോടെ തിരിച്ചു വരികയാണ്. The sin has been emptied, but the spirit is not filled. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ അതാണ് ഇവിടെ യോഹന്നാൻ പറയാൻ ശ്രമിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയുക. ഞാൻ കുറച്ച് വചനങ്ങൾ പറയാം, അത് നിങ്ങളൊന്ന് എഴുതി വെക്കുന്നത് നല്ലതാണ്. കാരണം ഈ പരിശുദ്ധാത്മാവ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് അറിയാം. അത് പിന്നീട് സമയം കിട്ടുമ്പോൾ വായിച്ചാൽ മതി. അതായത് ബ്ലെസ്സിങ് കണക്റ്റഡ് വിത്ത് ദ ഔട്ട് പോറിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മ അഭിഷേകമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ്? അത് കുറച്ച് വചനങ്ങൾ മാത്രം എഴുതിക്കോ. യെശയ്യാ 44 3 മുതൽ 5 വരെ. യെശയ്യാ 44 3 മുതൽ 5 വരെ. യെശയ്യാ 44 3 മുതൽ 5 വരെ. എസെക്കിയേൽ 39 29. പിന്നീട് വായിക്കണം. എസെക്കിയേൽ 39 29. എസെക്കിയേൽ 36 25 മുതൽ 27 വരെ. എസെക്കിയേൽ 36 25-27 25 മുതൽ 27 വരെ. എസെക്കിയേൽ 36. എസെക്കിയേൽ 37 9 and 10 9 10 14. എസെക്കിയേൽ 37 9 10 and 14 37 9 10 14. അതുപോലെ എസെക്കിയേൽ 36
26 to 27 അത് നേരത്തെ എഴുതിയതാണല്ലോ. അടുത്തത് സക്കറിയ 12:10. സക്കറായ 12:10. സക്കറിയ 12:10. പിന്നീട് ജെറമിയ 31:31. ജെറമിയ 31:31. ജെറമിയ 31:31. ജെറമിയ 31:31. ജോയൽ 3:1 and 2. ജോയൽ 3:1-2. ജോയൽ 3:1-2. പിന്നെ ജോയൽ 2:28. 2 അവസാനം 3-ന്റെ ആദ്യ ഭാഗം ഒക്കെ വായിക്കുന്നല്ല. അതായത് പരിശുദ്ധാത്മ അഭിഷേകവുമായിട്ട് ബന്ധപ്പെട്ട കൃപകളാണ്. എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.